കഴിഞ്ഞ വാർത്ത ചിത്രീകരിക്കുന്ന ആ വേളയിൽ ഞങ്ങൾ ആ മനുഷ്യനെ കണ്ടതാണ്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാറേ. ഹൃദയം നുറങ്ങിപ്പോകുന്ന ഒരു വേദനയാണ്. ഇനി ഒരു 3 ലക്ഷം രൂപ കൂടെ തന്നേക്ക്. എങ്ങനെയും കൂടി എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണം. എൻ്റെ അണ്ണനെ രക്ഷപ്പെടുത്താനാണ്. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ സാഹചര്യം ഒന്ന് കാണിച്ചു തരികയാണ്. ഒരുപക്ഷെ വിസ്മയ എന്ന മാധ്യമം ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഒരു വേദനയാണത്. നമുക്കിതിങ്ങനെ നമ്മുടെ പ്രേക്ഷകരോട് പറയാമെന്നറിയില്ല. കാര്യം നമ്മുടെ പ്രേക്ഷകർ ഒന്ന് സഹായിക്കണം, അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നമ്മളെല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണമെന്നാണ് പറയുന്നത്. കുറച്ച് പൈസ കിട്ടി. ഇനി ഒരു 3 ലക്ഷം രൂപ കൂടെ തന്നേക്ക്. എങ്ങനെയും കൂടി എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണം. എൻ്റെ അണ്ണനെ രക്ഷപ്പെടുത്താനാണ്. നമുക്കുള്ള ഏക ആശ്രയമാണ്. സംസാരിക്കാൻ കഴിയും. എല്ലാവരും കൂടെ തന്ന് സഹായിക്കണം. നാവാണ് മുറിച്ച് മാറ്റിയത്. ഒരു കവിളിൻ്റെ ഇങ്ങനെ ഒരു തയ്യലുണ്ട്, കഴുത്തിൻ്റെ ഇങ്ങനെ ഉണ്ടായിരുന്നു. കഴിക്കാനൊന്നും പറ്റൂല, ആഹാരമൊന്നും കഴിക്കാൻ ഇതുവരെയായിട്ടും പറ്റുന്നില്ല. വലിയൊരു സാഹചര്യമാണ്. നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ക്യാൻസർ എന്ന ആ മഹാരോഗം ബാധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ 3/4 ഭാഗത്തോളം മുറിച്ചു മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന് സംസാരശേഷി അത് വീണ്ടെടുക്കണമെങ്കിൽ ഏകദേശം 8 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു സർജറി വേണം എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതിന് ഇനി ഒരു 15 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു വാർത്ത ചിത്രീകരിക്കുകയും അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തു. 5 ലക്ഷം രൂപയോളം നമ്മുടെ പ്രേക്ഷകർക്ക് അവരെ സഹായിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് സത്യം. ഇനിയും ഒരു 3 ലക്ഷം രൂപ അത് അടിയന്തരമായി തന്നെ നമ്മുടെ പ്രേക്ഷകർ സഹായിക്കണം, അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അന്ന് വാർത്ത പിടിച്ചപ്പോൾ 5 ലക്ഷം രൂപയോളം കിട്ടി. ഇനി ഒരു 3 ലക്ഷം രൂപയും കൂടെ മതി. എന്നാലേ എൻ്റെ അച്ഛന് എന്തെങ്കിലും ആഹാരമെങ്കിലും കഴിക്കാൻ പറ്റൂ. എൻ്റെ അച്ഛനെ നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഈ ഒരു വാർത്ത പുറത്തു വന്നാലുടൻ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഒരു വാർത്ത പുറത്തു വന്നാലുടൻ നിങ്ങളൊന്ന് സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ അദ്ദേഹത്തിന് ഒന്ന് സംസാരിക്കുവാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ നിസ്സഹായതയുടെ ഒരു നിലവിളിയാണ്. നിങ്ങൾ സഹായിക്കണം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ചെങ്കിക്കുന്ന കൊട്ടാരം വാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. 11ാം വാർഡ്. ഇദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ് എന്നാണ്, ഭാര്യയുടെ പേര് ഷൈനി. ഇവർ ഈ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ സാഹചര്യം നമ്മുടെ പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകണം എന്ന് മാത്രം. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.